വനിതാ സംവരണ ബില്ലിന്മേൽ ചൂടേറിയ ചർച്ചയാണ് നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധി മോദിയെ ജാലവിദ്യക്കാരൻ എന്ന് വിളിച്ചതിന് പിന്നാലെ ലോക്സഭയിൽ ബഹളമുണ്ടായി. ബലാക്കോട്ടിന്റെയും സിന്ദൂറിന്റെയും ജാലവിദ്യക്കാരനാണ് മോദി. മോദിയുടെ കൺകെട്ട് വിദ്യകളാണ് ഇപ്പോൾ ഫലിക്കാതെ വരുന്നത് എന്ന് രാഹുൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു. ये तरीका बिल्कुल भी नहीं है, बिल्कुल नहीं। बोलिए मगर बोलिए करूंगा मैं। और ये इस देश का 140 करोड़ का चुना हुआ प्रधानमंत्री को ये अनाप शराब बात करके क्या साबित करना चाहते हैं? आज जो भाषा इस्तेमाल कर रहे हैं, स्पीकर साहब ने बार बार कहा कि वो बोल सकते हैं मगर नियम के तहत ऐसा नहीं चलता है। ऐसे तो नहीं बोल सकते। हम लोग एक्सपेक्ट करते हैं कि राहुल गांधी अफसोस की बात है। മോദിയെ പ്രധാനമന്ത്രിയാക്കിയത് ജനങ്ങളാണ്. മോദിയെ ജാലവിദ്യക്കാരനെന്ന് വിളിച്ചുകൊണ്ട് ജനങ്ങളെ അപമാനിക്കാനാണ് രാഹുൽ ശ്രമിക്കുന്നതെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നും രാജ്നാഥ് സിംഗ് ആവശ്യപ്പെട്ടു. मंत्री के संबंध में जिस प्रकार के शब्दों का प्रयोग नेता प्रतिपक्ष के द्वारा किया जा रहा है, मैं समझता हूं यह बेहद दुर्भाग्यपूर्ण है और इसकी जितनी भी निंदा की जाए वह कम है। इस देश की जनता ने उन्हें प्रधानमंत्री बनाया है। हमारे दल को इतनी स्ट्रेंथ दी है जिससे स्ट्रेंथ के कारण वह प्रधानमंत्री बने। या किसी व्यक्ति का यह अपमान नहीं कर रहे हैं बार बार मैजिशियन कहकर, देश की जनता का अपमान कर रहे हैं अध्यक्ष महोदय। വനിതാ സംവരണ ഭേദഗതിയിൽ ബിജെപിയുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിനായി നടപ്പാക്കുന്നതാണെന്ന് രാഹുൽ ഗാന്ധി. ബിൽ പരാജയപ്പെടുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അല്പസമയത്തിനകം വോട്ടെടുപ്പ് നടക്കും. പി ബസന്താണ് വിവരങ്ങളുമായി. ബസന്ത്, ചൂടേറിയ ചർച്ചകളാണ് ലോക്സഭയിൽ നടന്നിട്ടുള്ളത്. ഈ ബില്ല് പാസ്സാക്കുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. 3-2 ഭൂരിപക്ഷം വേണം, 360 MP-മാരുടെ ഭൂരിപക്ഷം വേണം. ഇപ്പോഴത്തെ നിലയിൽ അത് സാധ്യമാകുമോ? എപ്പോൾ വോട്ടിംഗ് നടക്കും? അഭിലാഷ്, 18 മണിക്കൂർ നീണ്ട ചർച്ചയാണ് ബില്ലിന്മേൽ സർക്കാർ തീരുമാനിച്ചിരുന്നത്. ഇതനുസരിച്ചിട്ട് അല്പസമയത്തിനകം വോട്ടെടുപ്പ് നടക്കാനുള്ള സാധ്യതയാണുള്ളത്. ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം അതിരൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ ഉന്നയിച്ചത്. ഇത് പിന്നാക്കക്കാരുടെയും ന്യൂനപക്ഷങ്ങളെയും ദളിതുകളെയും മറികടന്ന് അധികാരം കവർന്നെടുക്കാനുള്ള BJPയുടെ നീക്കമാണ് എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചത്. ജാതി സെൻസസ് അട്ടിമറിക്കാനുള്ള ഒരു നീക്കം കൂടിയാണ് ഇപ്പോൾ സർക്കാർ വനിതാ സംവരണത്തിൻ്റെ മറവിൽ നടത്തിയിരിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ പ്രധാന ആരോപണം. മാത്രമല്ല, ഇരുട്ടിൻ്റെ ഒരു ഉള്ളിലാണ് സത്യം ഇരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ അമ്മമ്മ, അതായത് ഇന്ദിരാഗാന്ധി, എന്നെ പഠിപ്പിച്ചത് അതാണ്. ഞാൻ ആ ഇരുട്ടിൻ്റെ ഉള്ളിലേക്ക് എൻ്റെ കണ്ണുകൾ പായിച്ചപ്പോൾ കണ്ടത് ഒരു മജീഷ്യനെയാണ്, അതായത് ഒരു ജാലവിദ്യക്കാരനെയാണ് കണ്ടത്. ബലാക്കോട്ടിലും സിന്ദൂരിലും നമ്മൾ കണ്ട അതേ മജീഷ്യൻ, നോട്ട് നിരോധനത്തിൽ കണ്ട അതേ മജീഷ്യൻ, ജാലവിദ്യക്കാരൻ, ആ കൺകെട്ട് വിദ്യകളൊന്നും ഇപ്പോൾ ഏൽക്കുന്നില്ല എന്നുള്ളത് കൂടി രാഹുൽ ഗാന്ധി പറഞ്ഞതോടെ ഭരണപക്ഷം വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരികയായിരുന്നു. രാജ്യത്തെ ജനങ്ങളെയാണ് രാഹുൽ ഗാന്ധി അപമാനിക്കുന്നത്. 140 കോടി ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയാണ് നിങ്ങൾ അപമാനിക്കുന്നത്, സൈന്യത്തെയാണ് അപമാനിക്കുന്നത് എന്നുള്ളതായിരുന്നു BJPയുടെ ആരോപണം. എന്നാൽ താൻ സൈന്യത്തെയോ ജനങ്ങളെയോ അല്ല അപമാനിച്ചത്, BJPയാണ് എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. BJP എന്നാൽ ജനങ്ങളും സൈന്യവുമല്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിരൂക്ഷമായ വിമർശനമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് സർക്കാരിനെതിരെ വന്നത്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ജാതി സെൻസസ് അട്ടിമറിക്കുക, പിന്നാക്ക ന്യൂനപക്ഷ ദളിത് അധികാരങ്ങൾ കവർന്നെടുക്കാനുള്ള ജാലവിദ്യയാണ് ഇത് എന്നുള്ള ആ ആരോപണം മറികടക്കാൻ ഇപ്പോഴും ഭരണപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രിക്കെതിരെ ഉള്ള ആ ഒരു പരാമർശത്തിൽ കയറി പിടിച്ചാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ഭരണപക്ഷം ശ്രമിച്ചത്. പ്രസംഗം കഴിഞ്ഞ ഉടനെ രാഹുൽ ഗാന്ധി ഇറങ്ങിപ്പോയതും ഒരുപക്ഷെ ചട്ടങ്ങളുടെ ലംഘനം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എതിർക്കാൻ BJP തയ്യാറായതും ഒരുപക്ഷെ ആ രൂക്ഷമായ വിമർശനത്തിൻ്റെ ഫലമായിരിക്കാം. ഏതായാലും അല്പസമയത്തിനകം തന്നെ വോട്ടെടുപ്പ് നടക്കും. ഈ ബില്ല് പരാജയപ്പെടുമെന്ന് ഉറപ്പാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാവാൻ ബുദ്ധിമുട്ടുണ്ട്. അതായത് സഭയിൽ ഹാജരാകുന്ന അംഗങ്ങളുടെ 1/3 പേരുടെ പിന്തുണ ഉണ്ടായാൽ മാത്രമേ ബില്ല് പാസ്സാവുകയുള്ളൂ. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ 540 അംഗ സഭയിൽ അത്തരം ഒരു 1/3 ഭൂരിപക്ഷം സർക്കാരിന് ഇല്ല എന്നുള്ളതാണ്.
ക്ഷമിക്കണം, 3-2 ഭൂരിപക്ഷം സർക്കാരിനില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 70 വോട്ടുകളുടെ കുറവാണ് ഇക്കാര്യത്തിൽ സർക്കാരിനുള്ളത്. അതായത് 70 വോട്ടുകൾ കൂടി ലഭിച്ചാൽ മാത്രമേ 3-2 ഭൂരിപക്ഷം ഈ ഭരണഘടനാ ഭേദഗതി ബിൽ പാസ്സാക്കാൻ സർക്കാരിന് ലഭിക്കുകയുള്ളൂ. മറ്റ് 2 ബില്ലുകളുടെ കാര്യത്തിലാണെങ്കിൽ കേവല ഭൂരിപക്ഷത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതായത് ഡീലിമിറ്റേഷൻ ബില്ലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, അതായത് ആസാം, ജമ്മു കാശ്മീർ തുടങ്ങിയ സ്ഥലങ്ങളിലെ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട ബില്ല്, ഈ 2 ബില്ലുകൾക്കും കേവല ഭൂരിപക്ഷത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷേ മറ്റ് ബില്ലിന്, ഭരണഘടനാ ഭേദഗതി ബില്ലിന് 3-2 ഭൂരിപക്ഷത്തിൻ്റെ ആവശ്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അത് സർക്കാരിന് ലഭിക്കാനിടയില്ലാത്ത ഒരു സാഹചര്യം വരുന്നു. അതൊരു പക്ഷേ സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, പ്രധാനമന്ത്രി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതാണ് 2 മണിയോടുകൂടി പ്രധാനമന്ത്രി തൻ്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിലൂടെ പുറത്തുവിട്ട ഒരു അഭ്യർത്ഥന. അതായത് മനസാക്ഷി വോട്ട് ചെയ്യാൻ എല്ലാവരും തയ്യാറാകണം എന്നുള്ളതാണ്. വനിതകൾക്ക് വേണ്ടി ഞങ്ങൾ നടത്തുന്ന, അല്ലെങ്കിൽ വനിതകൾക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ നമുക്ക് ഒന്നിച്ച് നീങ്ങാം, അവരുടെ അവകാശങ്ങൾ നൽകുന്നതിനായി നമുക്ക് ഒന്നിച്ച് നിൽക്കാമെന്നുള്ള അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന ഒരു പക്ഷേ ഈ പറയുന്ന ഒരു പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. ഇന്നലെ രാത്രി അപ്രതീക്ഷിതമായി ഏകദേശം 9 മണി കഴിഞ്ഞപ്പോൾ 2023 വനിതാ ബില്ല്, അല്ലെങ്കിൽ അത് നിയമമായ അന്നത്തെ നോട്ടിഫിക്കേഷൻ 16-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ ആക്കിക്കൊണ്ടുള്ള ഒരു വിജ്ഞാപനം കൂടി കഴിഞ്ഞ ദിവസം രാത്രി പുറത്തു വന്നു. ഒരു അസാധാരണമായ ഒരു നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നത്. അതായത് വനിതാ ബില്ല് 2023 പാസ്സാക്കിയ ശേഷം അത് നിയമമാക്കിക്കൊണ്ടുള്ള രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ വിജ്ഞാപനം വന്നിരുന്നു. അത് എന്ന് മുതൽ പ്രാബല്യത്തിൽ വരും എന്നുള്ളത് കേന്ദ്ര സർക്കാർ പിന്നീട് തീരുമാനിക്കുമെന്നാണ് അന്നത്തെ വിജ്ഞാപനത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ എന്ന് ഉള്ളത് ഇന്നലെയാണ്. അതായത് ഏപ്രിൽ 16-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരും എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം ഇന്നലെ രാത്രി വന്നത് ഒരു പക്ഷേ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് രാവിലെ അതിൻ്റെ പുറത്തായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ വലിയ എതിർപ്പ് വന്നത്. KC വേണുഗോപാലാണ് ഈ വിഷയം ഉന്നയിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇതെന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു വിജ്ഞാപനം കൊണ്ടുവരുന്നത് എന്നുള്ളതായിരുന്നു. കനിമൊഴിയായിരുന്നു അതിലെ ഏറ്റവും കൃത്യമായ നിയമവശം പറഞ്ഞത്. അതായത് പ്രാബല്യത്തിലില്ലാതിരുന്ന ബില്ലിന്മേൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു ഭേദഗതി കൊണ്ടുവരിക എന്നുള്ളത്. അതായത് പ്രാബല്യത്തിൽ ആ സമയത്ത് നിയമം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ രാജ്യത്ത് അത്തരത്തിലൊരു നിയമമായെങ്കിലും അത് പ്രാബല്യത്തിൽ വരാത്ത ഒരു ഘട്ടത്തിൽ നിങ്ങൾ എങ്ങനെയാണ് അതിൽ ഒരു ഭേദഗതി കൊണ്ടുവരിക എന്നുള്ള നിർണായക ചോദ്യം ഉന്നയിച്ചത് DMK നേതാവ് കനിമൊഴിയായിരുന്നു. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ബില്ല് പാസ്സാകാത്ത ഒരു സാഹചര്യമുണ്ടെങ്കിൽ 2023 ബില്ല് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ് പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ടുള്ള നടപടി ഉണ്ടായത്. പക്ഷേ ഇത്രയും കാലം എന്തുകൊണ്ട് ഇത് നിയമം പ്രാബല്യത്തിൽ വരുന്ന തീയതി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വലിയ സമസ്യയായി തന്നെ നമ്മുടെ മുന്നിൽ ഇപ്പോഴും നിൽക്കുന്നു. അഭിലാഷ്.